സാംസ് 116:8 116-8 വാക്യമാണ് എടുക്കുന്നത്. 116-8 ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രാണന്, മൈ സ്പിരിറ്റ്, മൈ സോൾ ബി സേവ്ഡ് ഫ്രം ഡെത്ത്, എൻ്റെ മരണത്തിൽ നിന്ന്. മൈ ഐസ് ഫ്രം ദ ടീയേഴ്സ്, കണ്ണുനീരിൽ നിന്ന്. കാലിന് വീഴ്ചയിൽ നിന്ന്. മൈ ലെഗ്സ് ഷുഡ് നോട്ട് ഫോൾ. ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ പ്രാണനെതിരായിട്ടാണ് ശത്രു എപ്പോഴും കളിക്കുന്നത്. എൻ്റെ പ്രാണന്, നമ്മൾ ഈ പ്രാണൻ എന്ന് പറയുമ്പം ഞാൻ ആരെന്ന് മനസ്സിലാക്കി ദൈവത്വത്തിൻ്റെ ആത്മാവ് നിറച്ചിരിക്കുന്ന ആത്മീകമായ ഒരു ഭാഗമാണ് പ്രാണനായിട്ട് നമ്മൾ കാണുന്നത്. ഈ പ്രാണനെതിരായിട്ട് ശത്രു വരുന്നത് കള്ളപ്പിശാച. അത് മനുഷ്യരല്ല, അത് പിശാച് ആരെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നാം കൊരിന്ത്യറിനകത്ത് എഴുതിയിട്ടുണ്ട് 10:5 തൊട്ടുള്ള വാക്യങ്ങൾ. എഫെസ്യർക്ക് നാം ജഡരക്തങ്ങളോടല്ല യുദ്ധം ചെയ്യുന്നത്, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. ഈ 4 ശക്തികളും, ഇത് പലതാണ്, ഇതൊരു കൂട്ടമാണ്. ഈ ശത്രുവിനോട് എതിരായിട്ട് നിൽക്കുക, എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി മാറണം. ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവവചനം വായിക്കാനും കർത്താവിൻ്റെ അടുക്കലിരിക്കാനും ദൈവമാണ് ആഗ്രഹിട്ട് തരേണ്ടത്. ഇച്ഛ തരിക, ഇച്ഛ നിവർത്തിക്കുന്നതും തിരിഹിതമുണ്ടായിട്ട് ദൈവമല്ലോ ചെയ്യുന്നത്. ഫിലിപ്പിയൻസ് 3:13 കാണാൻ തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും നമ്മൾ ആത്മാവിൽ ഉണർവുള്ളവരായിട്ട് നിൽക്കുക. അപ്പോൾ ഈ പ്രാണനെതിരായിട്ട് ശത്രു എന്നും നമുക്ക്, അതായത് നമ്മളെ കുഴിയിലാക്കി അവിടെ ഇട്ടേച്ചു. ഈ പ്രാണനെതിരായിട്ടുള്ള യുദ്ധമാണ് യോസഫിൻ്റെ ജീവിതത്തിൽ, അതുപോലെ ദാവീദിൻ്റെ ജീവിതത്തിൽ. ദാവീദിന് ആത്മീകമായിട്ട് എപ്പോൾ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തോ അന്ന് തൊട്ട് ജീവന് വേണ്ടി ഓട്ടമാണ്. അത് പ്രാണനെതിരായിട്ട്. ഇവൻ ഒരിക്കലും രാജാവാകരുത്, അതിനെ ആരെയും ഇവൻ ശത്രുവായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടിയപ്പോഴും ദാവീദിനത് മനസ്സിലായി. ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മേൽ ഞാൻ കൈവെക്കത്തില്ല. എന്തൊരു വിവേചനമല്ലേ, എന്തൊരു വിവേകമല്ലേ അത്. നമ്മളാണല്ലോ അവസരം കിട്ടി അവനെ തട്ടിക്കളയാൻ നമ്മൾ ചിന്തിക്കില്ലേ? അറിയാതെ ചിന്തിക്കും നമ്മുടെയൊക്കെ സ്വഭാവത്തിന്. പക്ഷെ ദാവീദ് ഇത് ചെയ്തില്ല. അതാണ് കർത്താവിൻ്റെ ആത്മാവുള്ളപ്പം നമ്മളിലൊരു വ്യത്യാസം വരുന്നത്. എഫെസ്യർക്ക് എഴുതിയ ഹെബ്രായ ലേഖനത്തിൽ ഈ പ്രാണനെക്കുറിച്ച് പറയുമ്പോൾ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. പ്രാണനെയും ആത്മാവിനെയും കണ്ട, അവിടെ നിർത്താം. പ്രാണനെയും ആത്മാവിനെയും തിരിച്ചറിയണം. അപ്പോൾ ഒരു പ്രാണനുണ്ട്, ആത്മാവുണ്ട്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നും ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രാണൻ ദൈവിക ആത്മാവിൽ ഞാൻ ആരെന്ന് മനസ്സിലാക്കുകയാണ്. ഈ പ്രാണനാണ് എന്നെ നിർത്തുന്നത്. ഇത് മരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ, ഈ അവെയർനെസ് നമ്മളിൽ നിന്ന് മാറിയിട്ട് ഒരു ശരീരം മാത്രം അവിടെ കിടക്കുക. ആ ഡെഡ് ഷെഡ് ബോഡി ഈസ് നോട്ട് പ്രാണൻ. അപ്പോൾ ഈ പ്രാണനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നത് എൻ്റെ ബുദ്ധിമണ്ഡലത്തിലും എൻ്റെ ആത്മീയ മണ്ഡലത്തിലും അവൻ യുദ്ധം ചെയ്യുകയാണ്. അത് നമുക്ക് ജഡശക്തി കൊണ്ട് അതിനെ യുദ്ധത്തിൽ ജയിക്കാനൊക്കത്തില്ല. അതാണ് നമുക്ക് പറ്റുന്ന മണ്ടത്തരം. ഇതിനെ രക്ഷിക്കുവാൻ ദാവീദിന് ശൗലിനെ കൊല്ലായിരുന്നു, അപ്പം ജഡശക്തി ആയിരുന്നതിന്. പക്ഷെ ദാവീദ് അത് ചെയ്തില്ല. ഹി വെയിറ്റഡ്. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഈ പ്രാണനെ തണുപ്പിക്കാതെ, എന്നും പ്രാണനെ തണുപ്പിക്കാൻ ഈ സങ്കീർത്തനം 23:3 പറയാം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് എന്നെ നടത്തുന്നു. ഇതൊക്കെ ദൈവത്തോട് കൂടിയിരിക്കുന്നവർക്കല്ലേ പറയാനൊക്കത്തുള്ളൂ. സങ്കീർത്തനത്തിൽ അത് 23 തന്നെ പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുകയാണ്. അത് വരേണ്ടത് എൻ്റെ വീട്ടിൽ വരും, ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞ് ഉറക്കം തൂങ്ങി ഇരുന്നേ വരത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ച് എവിടെയെങ്കിലും വേലി പൊളിയുന്നെങ്കിൽ ഉടനടി അലേർട്ടായിട്ട് വേലി കെട്ടണം. കുറുനരികൾ കയറി ഈ പ്രാവശ്യത്തെ മുഴുവൻ വിളവ് നശിപ്പിക്കാൻ. നമ്മൾ ഈ ആത്മീയ കോളത്തിൽ നിൽക്കുന്നുണ്ട്, ജഡീക കോളത്തിൽ കൃഷി ചെയ്യുന്നതൊക്കെ പന്നി കയറി നശിപ്പിക്കുന്നതാണ്. ഞാൻ ചോദിക്കും കർത്താവിനോട് എന്താ അപ്പിച്ചാന്ന്. പക്ഷെ മടുത്തുകൂടാതെ പിന്നെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം തോൽവി നമുക്കുള്ളതല്ലല്ലോ, ചെയ്യാവുന്നത്രയും ചെയ്യുക. അതൊരു വാശിയാണ്. അതായത് ഇത് തന്നെയാണ് ആത്മീയ കൊള്ളത്. നമ്മൾ എത്ര തോറ്റെന്ന് പറഞ്ഞാലും തോറ്റിട്ടില്ലെന്നേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ലാസ്റ്റിൽ അവനൊരു തിരിച്ചൊരു ടേൺ അറൗണ്ട് എന്ന് പറയും, ഒരു പെട്ടെന്നൊരു. അപ്പം എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഈ യുദ്ധം നമുക്ക് ജഡരക്തങ്ങളോടല്ലെങ്കിലും ഈ വചനം ചെന്നിട്ട് ഇത് തിരിച്ചറിയണം.
4:12 ഒന്നും കൂടെ വായിക്കാൻ പറയും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാറ്റുള്ള ഒരു വാളിനേക്കാളും മൂർച്ചയേറും. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ഈ വചനം ചെന്നാലേ വേർതിരിക്കാനൊക്കത്തുള്ളൂ. എങ്ങനെ? പ്രാണനെയും ആത്മാവിനെയും സന്ധ്യയെയും മജ്ജയും വേർതിരിച്ചിട്ട് ഹൃദയത്തിൻ്റെ ചിന്തയും ഭാവനയും വിജയിച്ചറിഞ്ഞിട്ട് അത് രണ്ടും രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടെയാണ് ഈ കുറവെന്നതിൻ്റെ മനസ്സിലാക്കി അവിടെ നമ്മൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. അതായത് ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ അവൻ മതി, അവൻ അറിയാതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയാനുള്ള കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം ഈ 116 വളരെ ദൈവത്തിൻ്റെ ആത്മാവിൽ വളരെ ശക്തമായിട്ട് നമ്മളോട് പറഞ്ഞു, യഹോവേ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ അയക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവൻ കേൾക്കുന്നുണ്ട്, ഉത്തരം തരുന്നുമുണ്ട്. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. നമ്മളൊരു പ്രാർത്ഥന അയക്കുമ്പം ചെവി ശ്രദ്ധ വെച്ച് കൊച്ചു പിള്ളേർ ചില അപ്പൻ്റെ അടുക്ക് ചെന്ന് പറയുന്നേക്കാം. അവർ കേട്ടാലും ഇല്ലേലും ആ കുഞ്ഞിന് എന്തൊരു സന്തോഷമല്ലേ. അതുപോലെ ദൈവം എന്ത് നമ്മൾ പറയുന്നതും കേൾക്കാൻ റെഡിയാണ്, ദൂരെ നിൽക്കും. ഒന്നാമത് ദൈവത്തിന് മുമ്പ് ഞാൻ പാപിയാണെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യവും നേടത്തില്ല. പാപിയാണോ രക്തം കൊണ്ട് കഴുകുക, ഇമ്മീഡിയറ്റ്ലി കഴുകുക. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസവും ചില സ്ഥലങ്ങളിൽ ദൈവവുമായിട്ട് കർത്തൃമേശ എടുക്കുന്നവരും ഉണ്ട്. കർത്താവിൻ്റെ അടുക്ക വന്ന് തിരുശരീരം അനുഭവിക്കുന്നവരും ഉണ്ട്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. മുഴുവനും ഈ 116 മുഴുവനും പ്രാണനെ രക്ഷിക്കാനാവും. അപ്പോൾ എന്താണ്? എൻ്റെ പ്രാണനെ അവൻ രക്ഷിക്കുന്നു. എവിടെ നിന്നാണ്? മരണത്തിൽ നിന്ന്. അപ്പം നമ്മളെ എന്നേക്കുമായിട്ടുള്ള നരകത്തിലേക്ക് അടിച്ചിറക്കാനാണ് പിശാചിൻ്റെ ആഗ്രഹം. കാരണം പിശാചിൻ്റെ ദൈവത്തിനോടുള്ള വാശി നമ്മളോട് തീർക്കുകയാണ്. അപ്പോൾ പ്രാണനെ നമ്മൾ സൂക്ഷിക്കണം. ആ പ്രാണന് വേണ്ടി നമ്മൾ ഏത് യുദ്ധത്തിലും ജയമെടുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലെയാണ്. നമ്മൾ ഈ എസെക്കിയേൽ 16-ാം അധ്യായത്തിൽ ഈ ജനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നഗ്നയായിരുന്നു, എൻ്റെ പൊക്കിൾ കൂടി മുറിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് വസ്ത്രമിട്ടിട്ടില്ലായിരുന്നു, ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വന്നിട്ട് എന്നെ അവൻ എടുത്തു, പുതപ്പ് ഇടിപ്പിച്ചു, പൊക്കിൾ കൂടി അത് മുറിച്ച് മാറ്റി എന്നെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി, ഞാൻ വെടിപ്പുള്ളവളായി തീർന്നു, വളർന്നു, പന്തലിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴും ദൈവസന്നിധിയിൽ വരാതെ നമുക്കൊരു വളർച്ചയില്ല. കർത്താവ് എൻ്റെ പ്രാണനെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം ഞാൻ എവിടെയാണെങ്കിലും അവൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് രണ്ടാമത്തേത് പ്രാണനെ മരണത്തിൽ നിന്നാണെങ്കിൽ, രണ്ടാമത് പറയുന്നത് എൻ്റെ കണ്ണുനീരിൽ നിന്ന്. കണ്ണുനീര് മാറാതെ ചില കുടുംബങ്ങളിലില്ലേ, ചിലർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലരുടെ കണ്ണുനീര് ഒരിക്കലും മാറത്തില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. കണ്ണുനീര് ചിലപ്പം വരും, എന്നും ദുഃഖിപ്പിക്കുന്ന ഒരു ദൈവമല്ല. അപ്പം പല കാര്യങ്ങളിലും കണ്ണുനീരിൻ്റെ കാരണം പിശാച്, അല്ലെ നമ്മുടെ ബുദ്ധിഹീനതയാണ്. ഇതിനെ രക്ഷിപ്പിക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകിയിട്ട് ബലം പ്രാപിക്കണം. കർത്താവ് കഴുകന്മാരെ പോലെ ബലം പ്രാപിച്ചു പറന്നുയർന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് ഉത്തരം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അത് കർത്താവ് എന്നെ രക്ഷിക്കാതെ മാറത്തില്ലെന്നുള്ള ഉറപ്പാണ് പറയേണ്ടത്. കണ്ണുനീരിൽ നിന്ന്. കണ്ണുനീര് കൊണ്ട് കർത്താവ് പറയുന്നില്ലേ, നീ എൻ്റെ ഉഴൽച്ചകൾ, ഈ 56:8 പറയുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ പ്രയാസം അവൻ അറിയുന്നുണ്ട്, എൻ്റെ കണ്ണുനീര് അവൻ തുരുത്തിയിൽ വെച്ചിട്ടുണ്ട്. അത് നിറയുമ്പോൾ അപ്പച്ചൻ ഉത്തരം തരും. എന്നും കരപ്പിക്കുന്ന ദൈവമല്ല, അത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ ഭവനത്തിലുണ്ട്. പ്രാപിച്ചെടുക്കണം. തന്നേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ക്രിസ്ത്യാനികൾക്കൊരു ദൂഷ്യമുണ്ട്. അല്പം സന്തോഷിച്ച് നമ്മുടെ വിചാരം അയ്യോ അത് ആപത്താണെന്ന്. അങ്ങനെ ഒരു ചിന്ത പലർക്കും ഇല്ലേ. ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പറയും, അയ്യോ ഒത്തിരി സന്തോഷിച്ചു പോയെങ്കിൽ അത് പിന്നെ വിപത്താണ്. അതൊന്നും ദൈവം സന്തോഷിക്കാൻ പറയും. എന്നോട് കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞാണ്, ഞാൻ കുഴൽ ഊതുമ്പോൾ നീ എന്താ ഡാൻസ് ചെയ്യാത്തതെന്ന്. ഞാൻ കുഴൽ ഊതുന്ന ഡാൻസ് ചെയ്യാനാണ്. അതായത് നീ ഡാൻസ് ചെയ്യണം, കരയാൻ പറയുമ്പോൾ നീ കരയണം, അല്ലാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നൊന്നുമില്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ എൻ്റെ കണ്ണുനീര്, കർത്താവെ കണ്ണുനീരും രക്ഷിക്കുന്നതിന് തുരുത്തിയിൽ അവൻ കണ്ണുനീര് വെച്ച. അതുപോലെ തന്നെ 65:10 സങ്കീർത്തനം 65:10
വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ചു നിർത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് ഈ ഉഴൽച്ച, അതായത് ഒരു വയലിനകത്ത് നെല്ലിടുന്നതിന് മുമ്പേ അത് ഉഴുത് മറിച്ച് അതിലെ കട്ടയും കല്ലും എടുത്ത് ഉടച്ച് അതിനകത്ത് വെള്ളം നിറച്ച് കുതിർത്ത് കഴിഞ്ഞ് വളവും ഇട്ട് കഴിഞ്ഞിട്ടാണ് നെല്ല് വിതയ്ക്കുന്നത്. നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. അങ്ങനെ ചെയ്തെങ്കിൽ, അതായത് ഒരു വിത്ത് ഈ മണ്ണിൽ ഈ വെള്ളത്തിൽ വീണ് അത് ചത്തഴുകി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പുതിയ ചെടി കിളുത്ത് വരുന്നത്. അതാണ് അതിൻ്റെ മുളയെ നീ അനുഗ്രഹിക്കുക. എങ്ങനെ? പ്രിപ്പയർ ചെയ്ത ഗ്രൗണ്ടിൽ വേണം നീ ഇടാൻ, ചുമ്മാതല്ല. ആണോ? ആർ യു റെഡി? തലമുറകൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് അടുത്ത തലമുറകൾ നശിക്കുന്നതെന്ന് ഓർക്കണം. നമുക്ക് ഏറ്റെടുക്കാം, അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച് തിരിച്ച് കടന്നു വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പ്രായമായവരോട് ഞാൻ ഈ കാര്യം പറയുന്നത്, പ്രാർത്ഥിച്ച് തലമുറകളെ നേരിക്കൊണ്ടിരുന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. റാഹേൽ തൻ്റെ തലമുറകളെ ഓർത്ത് കരയുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അതിന് സങ്കടമാണ്. പിന്നെ വിലാപത്തിൻ്റെ 1 രാത്രിയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കാൻ. എൻ്റെ കർത്താവ് വിലാപത്തിൻ്റെ 2:19 രാത്രികാലങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. ദൈവം നമ്മളോട് ദിനംപ്രതി സംസാരിക്കുന്നത് എങ്ങനെയാണ്? പ്രയാസം വരുമ്പോൾ നീ ചുമ്മാതിരിക്കാതെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അതല്ല, കിടക്കുമ്പോഴാണെങ്കിൽ, എഴുന്നേക്കാൻ ബലമില്ലാത്തവരാണെങ്കിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ. വിലാപത്തിൻ്റെ 2:19 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതൊക്കെ എഴുതില്ല. വളരെ രാത്രിയിൽ 2 വിലാപത്തിൻ്റെ 2:19 രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിൻ്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. നമ്മുടെ കണ്ണുനീരപ്പച്ചനറിയാം, അതുപോലെ തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണ് ഇരുട്ടാണ്, അവരുടെ മേൽ വെളിച്ചം പകരണം. കർത്താവ് നമ്മളോട് പറയുന്നു, നീ മാറുകയൊക്കത്തുള്ളൂ, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചേ ഒക്കത്തുള്ളൂ. വെളിപാടിൻ്റെ 3:17 കൂടെ വായിക്കുകയാണ്. ദേ ആർ ഓൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വേഴ്സസ്. ഇതെല്ലാം ആർക്കൊക്കെയോ ഉപയോഗമുള്ളതാണ്. ഒരെണ്ണം പോലും വചനമല്ലാത്ത പറയുന്നില്ല. 3:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും, എന്തൊക്കെയാണ്? നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ട തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിപ്പാക്കാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ട കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവം ബുദ്ധി ഉപദേശിച്ചു. ഈ വാക്യെടുത്ത് വായിരും. നമ്മളെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ 0 അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിനക്ക് ബുദ്ധി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് നീ കുരുടനാണ്, നഗ്നനാണ്, അരിഷ്ടനാണ്. നിന്നെ എന്ത് ചെയ്യാൻ? തീയിൽ ഊതിക്കഴിച്ചിട്ട് ശുദ്ധീകരിക്കാൻ പോവാണ്. നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ, നമുക്ക് നഗ്നനായിട്ട് ലജ്ജാകരമായ പ്രവൃത്തികൾ തലമുറകൾ ചെയ്യുന്നെങ്കിൽ അഴിഞ്ഞുപോട്ടെ. എന്നിട്ട് അവരെ വെള്ള വസ്ത്രം ഉടുപ്പിക്കണം. നമ്മൾ ചെന്നിട്ട് കഴുകിയിട്ട് ഉടുപ്പിക്കുകയാണ്. കണ്ണിൽ പുരട്ടാൻ ലേപനം, ദൈവത്തിന് അതിന് ലേപനം വാങ്ങിച്ച് കണ്ണിന് കുളിർമ അല്ലെങ്കിൽ ജ്ഞാനം കിട്ടാൻ വേണ്ടി കണ്ണിന് ലേപനം എഴുതുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം കർത്താവിൻ്റെ കർത്താവ് പറയുന്ന വെളിപ്പാടിൻ്റെ 3 ബിഹോൾഡ്, വാതിക്കൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, നിൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും. സങ്കീർത്തനത്തിൽ 91 കാല് തട്ടിപ്പോകാതിരിക്കാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ വന്ന് നിന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നീ പറയുന്ന വെളിപ്പാടിൻ്റെ 3:17 നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണെന്ന്. വളരെ സങ്കടമല്ലേ അപ്പച്ച? സമ്മതിച്ചേറ്റു പറയുന്നു. താവേ, നിൻ്റെ വിശുദ്ധ രക്തവും വെള്ളം ഒഴിച്ച് കഴുകണമേ, ഞങ്ങളെ തലമുറ കഴുകണമേ. കഴുകാതെ നീ മാറില്ലേ അപ്പച്ച? ഈ ജോലി അപ്പച്ചൻ ചെയ്തെടുത്തേ ഒക്കത്തുള്ളൂ. ജ്ഞാനവും ബുദ്ധി ഇട്ടുകൊടുക്കണം. യാക്കോബിൻ്റെ 1:5 പറഞ്ഞു, ജ്ഞാനമില്ല ബുദ്ധിയില്ല എന്ന് സമ്മതിക്കുന്നു.
ബുദ്ധി ഇട്ട് കൊടുക്കണമേ, ജ്ഞാനം പകർന്നു കൊടുക്കണമേ. അറിവില്ലാതെ വഴിതെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങളെ നിൻ്റെ മഹാശക്തി കൊണ്ട് നീ തിരിച്ചു കൊണ്ടുവരണം. സദൃശവാക്യം 21 പറയുന്ന പോലെ രാജാവിൻ്റെ ഹൃദയം നീർതോട് കണക്കെ എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്ന നീയാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. കുഞ്ഞുങ്ങളെ തന്നെയല്ല, തലമുറയായിട്ട് അവർ യേശുവിന് വേണ്ടി നിൽക്കുന്നവരാകണം. നിൻ്റെ വെളിച്ചം അവർക്ക് പകർന്നു, നിൻ്റെ തീഷ്ണത, സീൽ, സെലസ് ക്യാരക്ടർ ഇട്ട് കൊടുക്കുക. സാമർഥ്യമുള്ളവരായിട്ട് ജീവിക്കാൻ പഠിക്കും. സാമർഥ്യമുള്ള സ്ത്രീകളായിട്ട് ഞങ്ങളെ ആക്കണമേ. ഞങ്ങളുടെ തലമുറകളിൽ സാമർഥ്യമുള്ള സ്ത്രീകൾ വീട് പണിയുന്നവരായി, 7 തൂണ് വെച്ച് വീട് പണിയുന്നവരായി മാറട്ടെ. ജ്ഞാനമുള്ള സ്ത്രീ വീട് പണിയുന്നു. അങ്ങനെ ചെയ്യിപ്പിച്ചാട്ടപ്പിച്ച പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.